എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞത് കൂടുതലും വ്യാഴത്തിനെ പറ്റി 12 രാശിഫലങ്ങളെക്കുറിച്ച്. അപ്പം ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 12 ഭാവങ്ങളുടെ കാരകസ്ഥാനത്തെയും കാരകനെയും കുറിച്ചുമാണ്. 12 രാശി ഗ്രഹങ്ങളുടെ 12 ഭാവങ്ങളുടെ കാരകനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സദൃശം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അതാത് കാരകൻ്റെ ഓരോ ഭാവത്തിനും ഓരോ കാരകനാണ്, ഗ്രഹമാണ്. ആ ഗ്രഹത്തിന് ഓരോ ദേവതയാണ്. അപ്പോൾ അതറിഞ്ഞ് നിങ്ങൾക്ക് സ്വയം പ്രാർത്ഥിക്കാനും പരിഹാരങ്ങൾ ചെയ്യാനും ഒക്കെ കഴിയും. ഇപ്പം ഞാൻ പറയുന്നത് 1-ാം ഭാവം ലഗ്നഭാവം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ശരീരം, ആരോഗ്യം, ശീലം, കീർത്തി, വ്യക്തിത്വം, ഇതൊക്കെയാണ്. അതിൻ്റെ കാരകഗ്രഹം സൂര്യനാണ്. ലഗ്നത്തിൻ്റെ കാരകൻ സൂര്യൻ തന്നെയാണ്. 2-ാം ഭാവം ധനഭാവം, വാഗ്ഭാവം, ധനം, വാക്ക്, കുടുംബം, വിദ്യ, കണ്ണ്, യജമാനത്വം, അതിൻ്റെ കാരകൻ വ്യാഴമാണ്. 3-ാമത്തേത് ഭാതൃഭാവം, വിക്രമഭാവം, സഹോദരി സഹോദരന്മാർ, ധൈര്യം, സഹായം, ദുർബുദ്ധി, അതിൻ്റെ കാരകൻ ചൊവ്വയാണ്. 4-ാമത്തേത് സുഖഭാവമാണ്, മാതൃഭാവമാണ്, സുഖം, വാഹനം, അമ്മ, ഗ്രഹം, വിദ്യാഭ്യാസം, ബന്ധുക്കൾ, കാരകൻ ചന്ദ്രനും ബുധനുമാണ്. 5-ാം ഭാവം പുത്രഭാവം, അതായത് ബുദ്ധിഭാവമാണ്, സന്താനം, സുഹൃതം, മന്ത്രിത്വം, പ്രതിഭ, വിവേകം, അറിവ്, ഇതെല്ലാം 5-ാം ഭാവം ആണ്. അതിൻ്റെ കാരകൻ വ്യാഴമാണ്. 6-ാം ഭാവം ശത്രുഭാവം, അതായത് രോഗഭാവം, കടം ഭാവം, രോഗം, തടസ്സം, വ്രണം, കള്ളന്മാർ, കാരകൻ ചൊവ്വയും ശനിയാണ്. 7-ാം ഭാവം കളത്രഭാവമാണ്, വാഹനം, യാത്ര, ഭാര്യ, ഭർത്താവ്, കാരകഗ്രഹം ശുക്രനാണ്. ആയുർഭാവം 8-ാം ഭാവം ആയുർഭാവമാണ്, മൃത്യുഭാവം, ആയുസ്, മരണം, ആപത്ത്, മഹാഹാനി, നാശം, നഷ്ടം, കാരകൻ ശനിയാണ്. 9-ാം ഭാവം ധർമ്മഭാവമാണ്, ഭാഗ്യസ്ഥാനമാണ്, അച്ഛൻ, ഗുരു, സൽക്കർമ്മങ്ങൾ, തപസ്, ധർമ്മം, ദയ, പുണ്യം, കാരകൻ സൂര്യനും ബുധനും വ്യാഴവുമാണ്. 3 ഗ്രഹങ്ങൾക്ക് ആധിപത്യം കൊടുത്തിട്ടുണ്ട്. 10-ാം ഭാവം കർമ്മഭാവമാണ്, തൊഴിൽ, പൊതുക്കാര്യം, അധിക കാര്യം, ബഹുമതി, യശസ്, നിദ്ര, ഇതിൻ്റെ എല്ലാം കാരകൻ സൂര്യൻ, വ്യാഴം, ശനിയാണ്. അവിടെ 3 ഗ്രഹങ്ങൾക്ക് ആധിപത്യം കൊടുത്തിട്ടുണ്ട്. 11-ാം ഭാവം ലാഭഭാവമാണ്, സമ്പാദ്യം, ചെവി, ജ്യേഷ്ഠൻ, ആഗ്രഹ നിവൃത്തി എന്നിങ്ങനെയാണ്. കാരകൻ ശനിയാണ്. 12-ാം ഭാവം വ്യയഭാവമാണ്, അത് ചെലവ്, നഷ്ടം, പാപം, വീഴ്ച, നരകം, വിരഹം, കാരകൻ ശനിയാണ്. അപ്പം നമ്മളിവിടെ ഇതെല്ലാം പറഞ്ഞുവെങ്കിലും വ്യാഴത്തിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും പ്രതിപാദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വ്യാഴത്തിനെ ആകാമെന്ന് വിചാരിച്ചു ബാക്കി എല്ലാ ഗ്രഹങ്ങളെപ്പറ്റിയും നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ മുൻപ് പറഞ്ഞ എപ്പിസോഡുകളിൽ ആർക്കെങ്കിലും വ്യാഴഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ദോഷമുണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ വ്യാഴം എവിടെയൊക്കെ നിന്നാൽ എന്തൊക്കെ ഗുണം ദോഷമെന്നൊക്കെ ഞാൻ മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം വ്യാഴശാന്തിക്ക് കോമണായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴശാന്തിക്ക് വേണ്ടി ചില പരിഹാരങ്ങൾ ഉണ്ട്. അത് വ്യാഴശാന്തിക്ക് വേണ്ടി അതോടൊപ്പം തന്നെ എല്ലാ ഗ്രഹങ്ങൾക്കും, പൊതുവേ ഉള്ള ഗ്രഹങ്ങൾക്കും കൂടി നമുക്ക് വേണേൽ ഇത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് കടുക്, പാച്ചോറ്റി, മഞ്ഞൾ, മരമഞ്ഞൾ, മുത്തങ്ങ, കർപ്പൂരം, ഞാഴൽപ്പൂവ്, സുറുമ ഇവ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ സ്നാനം ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യാഴത്തിൻ്റെ ദോഷം അല്ലെങ്കിൽ ഗ്രഹദോഷം
നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ലാൽ കിതാബ് പറയുന്നത്. പിന്നെ പിച്ചകം വ്യാഴശാന്തിക്ക്, വ്യാഴദോഷത്തിന്, വ്യാഴഗ്രഹത്തിൻ്റെ ദോഷം മാത്രം ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷശാന്തിക്കായിട്ട് നമ്മൾ പറയുന്നത് പിച്ചകം, വെൺകടുക്, മുല്ലയില, ഇരട്ടി മധുരം എന്നിവ ഇട്ട് തിളപ്പിച്ച ജലത്തിൽ കുളിക്കണം. കുറഞ്ഞ പക്ഷം എല്ലാ മാസത്തിലെയും ജന്മനക്ഷത്രങ്ങളിൽ അഥവാ വ്യാഴാഴ്ച, പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിലെങ്കിലും ഈ പറഞ്ഞ മരുന്നുകൾ, ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പദാർത്ഥങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കാൻ പറ്റുന്നെങ്കിൽ അതും ഒരു പരിധി വരെ നമുക്ക് ഈ വ്യാഴ ദോഷശാന്തി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി നമുക്കിതിനകത്ത് സൂചിപ്പിക്കാനുണ്ട്. ഈ ലാൽ കിതാബിനകത്ത് ദശമഹാവിദ്യകൾ എന്നൊരു സമ്പ്രദായമുണ്ട്. ദശമഹാവിദ്യകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾക്ക് വരുന്ന, അതായത് ദശമഹാവിദ്യ എന്ന് പറയുമ്പോൾ 10 മഹാവിദ്യകളാണ്. അത് താരാദേവിയെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്, ചെയ്യുന്നത്. അപ്പോൾ ലഗ്നദോഷശാന്തിക്കായിട്ട് ശ്രീഭൈരവിയാകുന്ന താരാദേവിയെയും, സൂര്യദോഷശാന്തിക്ക് ശ്രീ മാതംഗിയായിട്ടും, ചന്ദ്രദോഷശാന്തിക്കായിട്ട് ശ്രീ ഭുവനേശ്വരിയായിട്ടും, ചൊവ്വയുടെ ദോഷത്തിന് ശ്രീ ബഗളാമുഖിയായിട്ടും, ബുധൻ്റെ ദോഷത്തിന് ത്രിപുരസുന്ദരിയായിട്ടും, വ്യാഴദോഷ ശാന്തിക്കായിട്ട് ശ്രീ താരാദേവിയെ തന്നെയും, ശുക്രദോഷത്തിനായിട്ട് ശ്രീ കമലാദേവിയെയും, ശനിക്ക് വേണ്ടി ശ്രീ കാളിയെയും, രാഹുവിന് വേണ്ടി ശ്രീ ചിന്നമസ്താദേവിയെയും, കേതു ദോഷശാന്തിക്കായിട്ട് ശ്രീ ധൂമാവതി ഭഗവതിയെയുമാണ് ധ്യാനിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വ്യാഴദോഷശാന്തിക്കായിട്ടും ഒക്കെയുള്ള പരിഹാരം, സ്നാനം, അങ്ങനെയുള്ള പരിഹാരങ്ങളാണ് ഞാനിന്നിവിടെ സൂചിപ്പിച്ചത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡുകളിൽ മറ്റുള്ള ഗ്രഹങ്ങളുടെയും വ്യാഴം ഏതെല്ലാം ഭാവത്തിൽ നിന്നാൽ ഏത് താരാദേവിയെ ഭജിക്കണമെന്നുമൊക്കെ ഞാൻ അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ പറയുന്നതായിരിക്കും. അതുവരെ നമസ്കാരം, നന്ദി, നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.